ഇങ്ങനെയിരിക്കെ കേരള രാഷ്ട്രീയത്തിലെ മുന്നണി സമവാക്യങ്ങൾ മാറുമോ എന്നതാണ് പ്രധാനപ്പെട്ട ചർച്ച. ഇന്ന് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നടന്ന കേന്ദ്ര വിരുദ്ധ സത്യഗ്രഹത്തിൽ നിന്ന് ജോസ് കെ മാണിയും എം വി ശ്രേയാംസ്കുമാറും വിട്ടുനിന്നത് വീണ്ടും മുന്നണി മാറ്റ ചർച്ചകളെ സജീവമാക്കുകയാണ്. കഴിഞ്ഞ 2 LDF യോഗങ്ങളിലും ജോസ് കെ മാണി പങ്കെടുത്തിരുന്നില്ല. ഫെബ്രുവരിയിൽ നടക്കുന്ന LDFന്റെ മധ്യമേഖല ജാഥ ക്യാപ്റ്റനായി നിശ്ചയിച്ചിരിക്കുന്നത് ജോസ് കെ മാണിയെയാണെന്ന് ഓർക്കണം. ശ്രേയാംസ്കുമാറിനൊപ്പം RJDയുടെ ഏക MLA ആയ KP മോഹനനും സമരത്തിൽ പങ്കെടുത്തിട്ടില്ല. മുന്നണി വിപുലീകരണത്തിൽ UDF ഏതായാലും രഹസ്യ നീക്കം തുടങ്ങിയിട്ടുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കേരള കോൺഗ്രസുമായും JDSുമായും ചർച്ചകൾ നടത്തി എന്നത് തന്നെയാണ് സൂചനകളായി പുറത്തുവരുന്നത്. റോഷിപാലും റഹീസ് റഷീദുമാണ് വിശദാംശങ്ങളുമായി ചേരുന്നത്. റോഷിപാൽ, പലതവണ ഇത്തരത്തിലുള്ള ചർച്ചകൾ നടന്നിട്ടുള്ളതാണ്. ഏതായാലും UDF മുന്നണി വിപുലീകരണത്തിനുണ്ട് എന്ന് ഉറപ്പായിരിക്കുന്നു. ജോസ് കെ മാണി UDFിലേക്ക് വരുമെന്ന അഭ്യൂഹങ്ങൾ അത് അദ്ദേഹം നേരത്തെ തള്ളിയതാണെങ്കിലും ശ്രേയാംസ്കുമാറും ഇക്കാര്യത്തിൽ പ്രത്യേകിച്ച് നിലപാടൊന്നും അടുത്തൊന്നും വിശദമാക്കിയിട്ടുമില്ല. 2 പാർട്ടികളുമായും അനൌദ്യോഗികമായ ചർച്ചകൾ തന്നെ നടക്കുന്നു എന്ന് നമുക്ക് അറിയാൻ കഴിയുന്നുണ്ടല്ലേ? രഹസ്യ നീക്കങ്ങളാണിപ്പോൾ. വിനീത, അങ്ങനെയാണ് UDF ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് മുന്നണി വിപുലീകരിക്കാനുള്ള തീരുമാനമെടുത്തതാണ്. അതിന്റെ തുടർച്ചയായിട്ടാണ് LDFിലെ അസംതൃപ്തരായ പാർട്ടികളെ ലക്ഷ്യമിട്ടുള്ള രഹസ്യ നീക്കങ്ങൾ ആരംഭിച്ചത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കേരള കോൺഗ്രസ് മാണി വിഭാഗമാണ്. RJDയും UDFിന്റെ ലക്ഷ്യത്തിലുണ്ട്. ഈ 2 പാർട്ടികളും LDFിൽ അവഗണിക്കപ്പെടുന്നു എന്ന വിലയിരുത്തലാണ്. അതുകൊണ്ട് തന്നെയാണ് രഹസ്യമായി തന്നെ കോൺഗ്രസിന്റെയും മുസ്ലിം ലീഗിന്റെയും നേതാക്കളൊക്കെ കേരള കോൺഗ്രസ് മാണി വിഭാഗവുമായി ചർച്ചകൾ നടത്തിയത്. ഈ ചർച്ചകൾക്ക് ഫലമുണ്ടാകുമെന്നാണ് നേതാക്കൾ പറയുന്നത്. കാരണം കടുത്ത അവഗണന LDFിൽ കേരള കോൺഗ്രസ് മാണി വിഭാഗം നേരിടുന്നു. ആ സാഹചര്യത്തിൽ ഇനി മറ്റു വഴികളില്ല. LDFിലുള്ള മാണി വിഭാഗം UDFിലേക്ക് വന്നാൽ അത് പ്രത്യേകിച്ച് മധ്യ കേരളത്തിലും മലയോര മേഖലകളിലും അതിന്റെ ഫലമുണ്ടാകും. തെരഞ്ഞെടുപ്പിൽ മുന്നേറ്റമുണ്ടാക്കാൻ വഴിയൊരുക്കുമെന്ന വിലയിരുത്തലുണ്ട്. അതുകൊണ്ടാണ് തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് തൊട്ടു പിന്നാലെ തന്നെ ദ്രുതഗതിയിൽ കേരള കോൺഗ്രസ് മാണി വിഭാഗത്തെ UDFിൽ എത്തിക്കാനുള്ള ചരടുവലി നടക്കുന്നത്. ഏതായാലും ചർച്ചകൾ ഒരു ഭാഗത്ത് രഹസ്യമായി നടക്കുന്നു. RJDയും ഒപ്പം വരും എന്ന് തന്നെയാണ് കണക്കുകൂടുന്നത്. RJDക്ക് ആവശ്യപ്പെടുന്ന 2 സീറ്റുകൾ, ആ സീറ്റുകൾ നിലവിൽ UDFിന്റെ സിറ്റിംഗ് സീറ്റുകളാണ്. അതിന് പകരം മറ്റേതെങ്കിലും സീറ്റുകൾ നൽകി RJDയെ ഒപ്പം നിർത്താനുള്ള നീക്കഭാഗം UDFിന്റെ ഭാഗത്തുനിന്നുണ്ടാവുക. അതുകൊണ്ട് വരും ദിവസങ്ങളിൽ ഇത് സംബന്ധിച്ച കൂടുതൽ ചർച്ചകൾ രഹസ്യമായി നടക്കും. വരും ദിവസങ്ങളിൽ വലിയ നീക്കങ്ങൾ ഉണ്ടാകും UDFിനകത്ത് എന്നാണ് നേതാക്കൾ പറയുന്നത്. ശരി, ഏതായാലും വലിയ നീക്കങ്ങൾ ഉണ്ടാകുമെന്നതാണ് റോഷിപാൽ റിപ്പോർട്ട് ചെയ്യുന്നത്. കേരള കോൺഗ്രസിനെയും ഒപ്പം RJDയെയും JDSനെ മുന്നണിയിലെത്തിക്കാനുള്ള ശ്രമങ്ങൾ അതൊക്കെ തന്നെയും ഏത് രീതിയിലാണ് നടക്കുന്നത് നമുക്കറിയണം. റഹീസ് റഷീദ് ചേരുന്നുണ്ട്. റഹീസ്, പലതവണ ഇത്തരത്തിൽ മുന്നണി മാറ്റത്തെക്കുറിച്ച് ജോസ് കെ മാണി ഉൾപ്പെടെയുള്ളവർ അത് നിഷേധിച്ചതാണെങ്കിലും ഇന്നിതാ LDF വലിയൊരു സമരം സംഘടിപ്പിച്ചു. കേന്ദ്ര സർക്കാരിനെതിരെ മുഖ്യമന്ത്രി തന്നെ നേരിട്ട് പങ്കെടുക്കുന്ന സത്യാഗ്രഹം. അതിലിതാ ഒരു ജാഥയുടെ ക്യാപ്റ്റനായി നിശ്ചയിച്ച ജോസ് കെ മാണി പങ്കെടുക്കുന്നില്ല. അദ്ദേഹം വിദേശത്താണെന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും കേരളം കേന്ദ്രത്തിനെതിരെ ഒരു സമരം പ്രഖ്യാപിക്കുമ്പോൾ തെരഞ്ഞെടുപ്പിന് മുൻപുള്ള ഈ സമരപരിപാടികളിൽ നിന്നൊക്കെ വിട്ടുനിൽക്കുന്നതിന്റെ കാരണം എന്താണ്? വിനീത, ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത് ഇന്നലെയോ തീരുമാനിച്ച ഒരു സമരമല്ല. മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ കേന്ദ്രത്തിനെതിരെയുള്ള ഏകദിന സത്യാഗ്രഹ സമരം എന്നത് ഇതുമായി ബന്ധപ്പെട്ട് പ്രഖ്യാപനം നടത്തിയതിനു ശേഷം തന്നെ 2 LDF യോഗങ്ങൾ കൂടിയതാണ്. അതായത് LDF സംവിധാനം എന്ന നിലയിൽ വളരെ വലിയ ഒരുക്കങ്ങൾ നടത്തി ഏതാണ്ട് 1 മാസക്കാലം പ്രവർത്തിച്ചതിന് ശേഷം നടത്തുന്ന LDFന്റെ അനൌദ്യോഗികമായി തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് തുടക്കം കുറിക്കുന്ന ഒരു പരിപാടിയാണ് ഇന്ന് നടന്ന കേന്ദ്രത്തിനെതിരെയുള്ള സത്യാഗ്രഹ സമരം. ആ സമരത്തിലാണ് LDFിനകത്തെ 3ാമത്തെ കക്ഷിയുടെ ചെയർമാനായ ജോസ് കെ മാണി വിട്ടുനിൽക്കുന്നത്. അദ്ദേഹം പാർട്ടിയുടെ ചെയർമാൻ എന്ന നിലയിലും രാജ്യസഭാ അംഗം എന്ന നിലയിലും ഈ പരിപാടിയിൽ പങ്കെടുക്കേണ്ടതായിരുന്നു. അദ്ദേഹം പങ്കെടുത്തില്ല. ചില നേതാക്കൾ പറയുന്നു ജോസ് കെ മാണി ദുബൈയിലാണെന്ന്, ചില നേതാക്കൾ ഡൽഹിയിലുണ്ട് എന്ന് പറയുന്നു. അക്കാര്യത്തിൽ പോലും ഒരു സ്ഥിരീകരണമില്ല. പക്ഷേ ആ പാർട്ടിയുടെ മറ്റെല്ലാ MLAമാരും, മന്ത്രി റോഷി അഗസ്റ്റിൻ, ഒപ്പം പ്രൊഫസർ N ജയരാജ്, ഒപ്പം സെബാസ്റ്റ്യൻ കുളത്തിങ്കൽ, ജോബ് മൈക്കിൾ, പ്രമോദ് നാരായണൻ എന്നീ 4 MLAമാരും ഈ പരിപാടിയിൽ പങ്കെടുത്തിട്ടുമുണ്ട്. അതേപോലെ തന്നെയാണ് RJDയുടെ സംസ്ഥാന അധ്യക്ഷൻ MV ശ്രേയാംസ്കുമാർ ഈ പരിപാടിയിൽ പങ്കെടുത്തില്ല.
ശ്രേയാംസ് കുമാർ കോഴിക്കോട് ഉണ്ട് എന്ന് അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ പറയുകയും ചെയ്തു. ആ പാർട്ടിക്ക് ഏക MLA കൂത്തുപറമ്പ് MLA KP മോഹനാണ്. അദ്ദേഹവും ഇതിനകത്ത് പങ്കെടുത്തില്ല. ഇതിൽ പ്രധാനപ്പെട്ട കാര്യം 2 പാർട്ടിക്കകത്ത് നിന്ന് UDF-ലേക്ക് പോകാനുള്ള, അതായത് UDF-ൽ നിന്ന് ഇവരെ ക്ഷണിക്കുന്നതിനപ്പുറം ഈ 2 പാർട്ടിയുടെയും അകത്ത് നിന്ന് UDF-ലേക്ക് പോകണം എന്ന നിലപാടുള്ള നേതാക്കളാണ്. കേരള കോൺഗ്രസിന്റെ പാർലമെന്ററി പാർട്ടി യോഗം കഴിഞ്ഞ ബുധനാഴ്ച റോഷി അഗസ്റ്റിന്റെ വീട്ടിൽ ചേർന്നപ്പോൾ 2 MLA-മാർ, പൂഞ്ഞാർ MLA സെബാസ്റ്റ്യൻ കുളത്തിങ്കലും കാഞ്ഞിരപ്പള്ളി MLA ജോബ് മൈക്കിളും LDF-ൽ നിന്ന് UDF-ലേക്ക് പോകുന്നതാണ് വിജയിക്കാൻ നല്ലത് എന്ന അഭിപ്രായമെടുത്തു. അതിനൊരാഴ്ച മുമ്പേ RJD-യുടെ സംസ്ഥാന നേതൃയോഗം കൊച്ചിയിൽ ചേർന്നപ്പോൾ പ്രധാനപ്പെട്ട നേതാക്കൾ MV ശ്രേയാംസ് കുമാറും ഒപ്പം നിൽക്കുന്ന ആളുകളും UDF-ലേക്ക് പോകുന്നതാണ് നല്ലതെന്ന നിലപാടെടുത്തു. ഭൂരിപക്ഷം കിട്ടാത്തത് കൊണ്ട് മാത്രം ആ തീരുമാനമെടുക്കാതിരുന്നതാണ്. ഇതിനകത്ത് രാഷ്ട്രീയ പ്രസക്തമായ ഒരു കാര്യം, തെരഞ്ഞെടുപ്പ് ഒരുക്കത്തിലേക്ക് 3 മേഖലാ ജാഥകൾ LDF പ്രഖ്യാപിച്ചിരിക്കുന്നു. അതിൽ 6-ാം തീയതി തുടങ്ങുന്ന മധ്യമേഖലാ ജാഥയെ നയിക്കേണ്ട ജോസ് കെ മാണി മുന്നണിയിൽ ഉണ്ടാകുമോ എന്ന ഉറപ്പ് ഈ ഘട്ടത്തിൽ LDF-നോ CPM-നോ ഇല്ല എന്നതാണ് വിചിത്രമായ ഒരു കാര്യം. അത് തന്നെയാണ്. ഏതായാലും നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് കേരള കോൺഗ്രസും RJD-യും UDF-ലേക്ക് എത്തുമോ എന്നത് തന്നെയാണ് ആകാംക്ഷ. അതിന്റെ സൂചനയാണോ ഇന്നത്തെ യോഗത്തിൽ നിന്നുള്ള വിട്ടുനിൽക്കൽ, അല്ലെങ്കിൽ ഇന്നത്തെ പ്രതിഷേധ പരിപാടിയിൽ നിന്നുള്ള വിട്ടുനിൽക്കൽ എന്ന ചർച്ചകൾ തന്നെയാണ് സജീവമായി നടക്കുന്നത്. റോഷിപാൽ പറയുന്നതനുസരിച്ചാണെങ്കിൽ രഹസ്യ നീക്കങ്ങൾ നടക്കുന്നുണ്ട്, ചർച്ചകൾ നടക്കുന്നുണ്ട്. അത് ഫലം കാണുമോ എന്നത് നമുക്ക് കാത്തിരുന്ന് കാണാം. തിരുവനന്തപുരത്ത് നിന്ന് റഹീസുമാർ, റോഷിപാലുമാണ് വിശദാംശങ്ങൾ നൽകിയത്.